ഇനി നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൗൺസിലർമാരും എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, വിമുക്തി എന്ന് പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ താലൂക്ക് ഓഫീസിൽ ഒരു വിഭാഗം തന്നെ ഉണ്ട്. അവിടത്തേക്ക് എങ്ങനെയെങ്കിലും ഇവരങ്ങ് കൊണ്ടിട്ടോടണം. അതോടുകൂടി ഒരു മനുഷ്യൻ നന്നാവും. ഞാൻ എൻ്റെ നാട്ടിൽ 5-8 ആളുകൾ ഇപ്പം നന്നായിട്ടുണ്ട്. 8 ആളുകളെ കൊണ്ടുപോയതിൽ ഒരുത്തൻ മാത്രമാണ് പകുതിക്ക് ഓടി വന്നത്. ബാക്കി 7 ആളുകളും നാട്ടിലൂടെ നട്ടല് നിവർത്തി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഓരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച ആളുകളാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ കൂടെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച 2 ആളാണ് മദ്യപിച്ച് മധുവന്മത്തനായിട്ട് കളിച്ച ചങ്ങ. ഇപ്പം ആരാതറിയോ, ഈ മദ്യത്തിനെതിരെ മെഡിക്കൽ കോളേജിൻ്റെ കെയർ ഓഫിൽ ക്ലാസ് എടുക്കുക, അറിയോ നിങ്ങൾ? പക്ഷെ ഓനെപ്പോലെ ക്ലാസ് എടുക്കുമ്പോൾ വേറെ ആയിരിക്കാൻ പറ്റുക? ഓനൊരിക്കലും പറ്റിക്കാനാവില്ല. ഓനാണ് ഏറ്റവും കൂടുതൽ ആണിക്കൊണ്ട് കിടന്നത്. ആണിക്കൊണ്ട് കിടക്കുന്ന ബുദ്ധിമുട്ടും നാട്ടിൽ ഓൻ നേരിട്ട അപഹാസങ്ങളും ഓൻ്റെ വേദനകളൊക്കെ ഇതിലും നല്ലോണം മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ആരാളുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഈ ലോകത്ത് നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് പ്രശ്നക്കാർ. ഇതൊരു അസുഖമാണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരെന്ത് ചെയ്യണം? പൈസ ഒന്നും വേണ്ട, വിമുക്തി എന്ന് പറയുന്ന എക്സൈസിൻ്റെ ആ ഓഫീസിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും അറിയാണ്ടാണെങ്കിൽ അതിനുള്ള ലഹരി വിമുക്ത കേന്ദ്രങ്ങളുണ്ട്. കട്ടിപ്പാറ ഉണ്ടല്ലോ, താമരശ്ശേരി.